അപ്പം നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? എന്താണ് ഗെയിം? ചെറിയൊരു വിഷ്വൽ, ഒരു മ്യൂസിക് രസകരമായിട്ടുള്ള. ആൻഡ് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ജയിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. അയ്യോ ചേച്ചിക്ക് അതാണ് എനിക്ക് എങ്ങനെ ഞാൻ പണിഷ്മെന്റ് തരും എന്നുള്ള ടെൻഷൻ. ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനമുണ്ട്. അപ്പം ചേച്ചി തോൽക്കാതെ ജയിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗെയിം എന്ന്. ശരി, റെഡി? ഓക്കെ, നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ഇയർഫോൺ, ഭയങ്കര സൗണ്ടിൽ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ചേച്ചിക്ക് വെച്ച് തരും. എന്നിട്ട് ചേച്ചി ഒരു കാർഡ് എടുക്കണം. അപ്പോൾ അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, എനിക്കതൊരു മൂവി ഡയലോഗ്സ് ആയിരിക്കും, സിനിമ ഡയലോഗ്സ് ആയിരിക്കും. അത് ഞാൻ പറയും, അത് ഐഡന്റിഫൈ ചെയ്യണം എൻ്റെ ലിപ്പ് ഇത് വെച്ചിട്ട്. തിരിച്ചു കാണിക്കണം അല്ലേ? അതെ. അത് കഴിഞ്ഞ് ഞാൻ ഇത് വയ്ക്കും, പിന്നെ ഞാൻ കാർഡ് എടുത്ത് കാണിക്കും. അപ്പോൾ ചേച്ചി അത് പറയണം, അപ്പം ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, തോറ്റാൽ പണിഷ്മെന്റ്, ജയിച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ളൊരു സമ്മാനം. അപ്പോൾ നന്നായിട്ട് ഗെയിം കളിക്കണം. ആദ്യം ചേച്ചി തന്നെ വെച്ചോളൂ. ചെവിയിൽ കൃത്യമായിട്ട് വെച്ചോ? ഇനി പാട്ട് നല്ല വോളിയത്തിൽ വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചേച്ചി ഇതാ കാർഡ് എടുത്തോളൂ. റെഡി? 1 2 3 മ്യൂസിക്. എന്റെ ഗർഭം ഇങ്ങനെയല്ല. സൂപ്പർ. ഇനി അടുത്തത് ഞാൻ ഇത് തന്നോളൂ. റെഡി? 1 2 3 മ്യൂസിക്. വന്നു. വെൽക്കം. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഓക്കേ, റെഡി? ശരി, അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇനി ചേച്ചി ഓരോ പോയിന്റ് തുല്യമായിട്ട് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് ചേച്ചിയുടെ ഊഴമാണ്. റെഡി? ശരി, അങ്ങനെ അതും ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം. മാണിക്യ കഞ്ഞി എടുക്കട്ടെ. മല. മാണിക്യ. പണ്ട്. മാണിക്യ. മാണിക്യം. പാമ്പ്. നാഗമാണിക്യം. അമ്മ വേണ്ട. നാഗമാണിക്യം വേണ്ട. നാഗം വേണ്ട. മാണിക്യം. പാമ്പ് വേണ്ട. നാഗമാണിക്യം. മാണിക്യം. കഞ്ഞി. മാണിക്യം. കഞ്ഞി എടുക്കട്ടെ. മാണിക്യം കഞ്ഞി എടുക്കട്ടെ. ഒടിയൻ. ശരി, ഇനി നമുക്ക് ലാസ്റ്റ് ചേച്ചി എടുക്കാൻ പോവാണ്. ഞാനൊരു സത്യം പറയട്ടെ, മുതലാളി ഒരു ചെറ്റാണ്. ഞാനൊരു സത്യം പറയട്ടെ, മുതലാളി ചെറ്റയാണ്. അതെങ്ങനെ? ലിപ്പ് പിടിച്ച്. ഞാൻ അത്രയ്ക്ക് ലിപ്പ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഡബ് ചെയ്യാൻ പിടിക്കുക. ഞാൻ പോപ്പുലർ. ഞാൻ പൊട്ടിയാണെന്നോ? എന്ത്? പോപ്പുലർ അല്ലേ? പോപ്പുലർ. ഞാൻ പോപ്പുലർ. ഭൂകമ്പം.
പോപ്പുലർ. ഒന്നുകൂടെ പോപ്പുലർ. പോപ്പുലർ. പോപ്പുലർ ആ. ആയ എന്നെ എന്നെ നിനക്ക് 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 ആ ആ എന്നെ നിനക്ക് മനസ്സിലായില്ലേടാ. ജാടത്തെണ്ടി നന്ദിയില്ലേ ജാടത്തെണ്ടി ചെറ്റ് ജാടത്തെണ്ടി തെണ്ടി. ആ. എന്നെ നിനക്ക് മനസ്സിലായില്ലേ തെണ്ടി. ജാടത്തെണ്ടി ജാട. എന്നെ നിനക്ക് മനസ്സിലായില്ലേ ജാട തെണ്ടി. ഇത്ര ആ സലീമേട്ടന്റെ ഡയലോഗ്. ഇത്രയ്ക്ക് പോപ്പുലർ ആയ എന്നെ നിനക്ക് മനസ്സിലായില്ലേടാ ജാട തെണ്ടി. പക്ഷെ ചേച്ചി എല്ലാം വളരെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു. ലാസ്റ്റത്തെ ഈ ഒരു സംഭവമാണ് നമ്മളെ കുഴപ്പിച്ചത്. അപ്പൊ എന്നാലും നമ്മൾ രണ്ടുപേരും രസമായിരുന്നു. എന്റെ ഇടയ്ക്ക് ചെവി അടിച്ചു പോയി. പക്ഷെ എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തതിന് നമ്മൾ ചേച്ചിക്ക് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സമ്മാനം തരാൻ പോവാണ്. റെഡി? നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യും. അപ്പൊ